നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുട്ടിയുണ്ട്. കൊച്ചു കാറും കൊച്ചു സൈക്കിളും ഒക്കെ കണ്ടാൽ അവിടെ നോക്കി നിന്ന് പോകുന്ന ഒരു കുട്ടി. ബഹ്റൈനിലെ പ്രവാസിയായ ജോൺസൺ കായംകുളം അത്തരമൊരു കുട്ടിയാണ്. കണ്ണിൽ കാണുന്നതെല്ലാം അദ്ദേഹം ആ കുട്ടി രൂപത്തിലാക്കും. ഇങ്ങനെ ജീവൻ തുടിക്കുന്ന മിനിയേച്ചറുകളാണ് ജോൺസൺ എന്ന പ്രവാസി മലയാളിയുടെ ലോകം. ഇത്തിരി കുഞ്ഞൻ മാതൃകകളുമായി വിസ്മയിപ്പിക്കുകയാണ് അദ്ദേഹം. സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വർക്കൊക്കെ ഫിനിഷ് ആയി കഴിയുമ്പോൾ നമുക്കുള്ളിലുള്ള ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു. നമ്മുടെയൊക്കെ ഒരു സന്തോഷമാണ് ഈ ഇങ്ങനത്തെ വാഹനങ്ങളും മിനിയേച്ചറുകളൊക്കെ കാണുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങൾ? ചെറുപ്പം മുതലേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമല്ലേ. അപ്പൊ അത് അങ്ങനെ കുറെ നാള് അത് സ്റ്റോപ്പായി. പിന്നെ നമ്മളെ ജോലി സംബന്ധമായുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ കൊറോണ ടൈമിലാണ് വീണ്ടും അത് മിനിയേച്ചറിന്റെ സ്റ്റാർട്ട് ആയി തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ മനസ്സിൽ കയറിക്കൂടിയതാണ് ജോൺസന്റെ ഈ സ്വപ്നം. ഏതൊരു കുട്ടിയും ആദ്യം ആഗ്രഹിക്കുന്ന ലക്ഷറി, കളിപ്പാട്ടങ്ങൾ. ആരാധനയോടെ കൺമുന്നിൽ കാണുന്നതിനെയെല്ലാം കൈപ്പിടിയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്ന പ്രായം. മിനിയേച്ചർ പതിപ്പുകളോട് ഏറ്റവും അധികം കൗതുകം തോന്നുന്ന ബാല്യം. അന്നു പക്ഷേ ജോൺസൺ അത് സാധിച്ചില്ല. കാലം സഞ്ചരിച്ചു, അയാൾ വളർന്നു, ജീവിതം കുറേയേറെ മുന്നോട്ടു പോയി. പക്ഷേ കുട്ടിക്കാലത്ത് ഉറക്കം കെടുത്തിയ ആ സ്വപ്നം ജോൺസണൊപ്പം വളർന്നുകൊണ്ടിരുന്നു. ഇത് എക്സിബിഷനൊക്കെ വെക്കുമ്പോൾ കുട്ടികളെല്ലാം വന്ന് ഇത് പിടിക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. അവർക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സിലും നല്ലൊരു ഇതാണ്, എനർജിയാണ് കിട്ടുന്നത്. നമ്മൾ ചെറുപ്പത്തിൽ ഒത്തിരി ആഗ്രഹിച്ച് അന്നേരം ഒന്നും നമുക്ക് മേടിക്കാനുള്ള ആ ഒരു ഇത് ഇല്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആ ഒരു പഴയ കാലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് വളരെ സന്തോഷം നമുക്ക്. വർഷം 2020. ലോകം കൊറോണയുടെ ഭീതിയിൽ വിറച്ചു നിൽക്കുന്ന കാലം. എല്ലാവരും വീടിനുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ തന്റെ ഉള്ളിലെ ആ സ്വപ്നം വീണ്ടും പൊടി തട്ടിയെടുക്കാനുള്ള ജോൺസന്റെ അവസരമായിരുന്നു അത്. അങ്ങനെ പണ്ട് പെട്ടിയിൽ മടക്കി വെച്ച അയാളുടെ ആഗ്രഹം വീണ്ടും തളിർത്തു. ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിലൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വിട്ടിട്ട് സ്കൂൾ ടൈമെല്ലാം കഴിഞ്ഞു. നമ്മുടെ ജോലി സംബന്ധമായിട്ട് ഇവിടെ വന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊറോണ ടൈമിലാണ് വീണ്ടും അത് സ്റ്റാർട്ട് ആയി തുടങ്ങിയത്. ഒരിക്കൽ പോലും ശബരിമല നേരിൽ കണ്ടിട്ടില്ലാത്ത ജോൺസൺ ഒരു മണ്ഡലകാലത്ത് ഫോട്ടോകളും ലഭ്യമായ അറിവുകളും മാത്രം വെച്ച് ഒരു ശബരിമല തന്നെ പണിതു. ആ മിനിയേച്ചർ കണ്ട് ശരിക്കും ആളുകൾ ഞെട്ടി. വലിയൊരു ജനതയുടെ ആരാധനാ കേന്ദ്രം. അതിന്റെ ഏറ്റവും സൂക്ഷ്മതയിലും ഭംഗിയിലും തയ്യാറാക്കിയ ചെറുപതിപ്പ്. ആ മിനിയേച്ചർ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വേഗം ശ്രദ്ധ നേടി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ സംഘടിപ്പിച്ച എക്സിബിഷനിലും ജോൺസന്റെ മിനിയേച്ചറുകൾ കാണികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതോടൊപ്പം സ്വന്തം ഇടവകയായ പത്തിച്ചിറ സെന്റ് ജോൺസ് ദേവാലയത്തിന്റെ മിനിയേച്ചർ നിർമ്മിച്ച് ദേവാലയ ഭാരവാഹികൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. ക്ലിനിക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിനിക്കിൽ വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിൽ വന്ന് കഴിഞ്ഞ് സമയമെടുത്ത് ഇത് ചെയ്യും. അത് ചിലപ്പം രാത്രി, ചിലപ്പോൾ 1 മണി 2 മണി, ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല നമുക്ക്. അത് വർക്ക് കണ്ടിന്യൂ നടന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഇതേപോലെ രാവിലെ വീണ്ടും ഡ്യൂട്ടി കാര്യങ്ങൾ, പിന്നെല്ലാം ഒഴിവ് സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടേയിരിക്കും. ആലപ്പുഴ കായംകുളം ചെട്ടികുളങ്ങര സ്വദേശിയായ ജോൺസൺ കഴിഞ്ഞ 22 വർഷമായി ബഹ്റൈനിൽ പ്രവാസിയാണ്. സ്വപ്നങ്ങൾക്ക് പിറകെ സഞ്ചരിക്കാൻ പ്രവാസത്തിന്റെ ജോലി തിരക്കുകളൊന്നും അദ്ദേഹത്തിന് തടസ്സമേ ആയില്ല. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിലും പരാതികളില്ലാതെ മണിക്കൂറുകൾ പിന്നെയും മാറ്റിവെച്ചാണ് സൂക്ഷ്മമായി ഓരോ മിനിയേച്ചറുകളും ജോൺസൺ തന്റെ ചെറിയ ലോകത്തേക്ക് പറിച്ചു നടന്നത്. കൂടുതലും നമ്മുടെ ക്രൈസ് ആണ്. പിന്നെ ആരെങ്കിലും വന്ന് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കും. അങ്ങനെ 2-3 വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഒരു വർക്ക് എത്ര പെട്ടെന്ന് തീരുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ടൈമിന്റെ അനുസരിച്ചാണ്. നമ്മുടെ ക്ഷമ വേണം. കൂടുതൽ സമയം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പെർഫെക്ഷൻ ആകും. മാസങ്ങളോളം സമയമെടുത്താണ് ഓരോ മിനിയേച്ചറുകളും സസൂക്ഷ്മമായി ജോൺസൺ ചെയ്തെടുക്കുന്നത്. കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് ഈ കരവിരുത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രചോദനമാകുന്നതെന്നാണ് ജോൺസൺ പറയുന്നത്. ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടും ഉണ്ട്. അതുപോലെ ഫ്രണ്ടിന്റെ ഉണ്ട്, എല്ലാ ഫ്രണ്ട്സിന്റെ എല്ലാം ഉണ്ട്. ഈ വലിയ ലോകത്തെ കൈപ്പിടിയിൽ ഒതുക്കാൻ പാകത്തിലുള്ള ചെറിയ മിനിയേച്ചറുകളുമായി ജോൺസൺ തന്റെ യാത്ര തുടരുകയാണ്.